പുത്രനും പരിശുദ്ധമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആകാശവും ഭൂമിയും നനസോണിരിക്കുന്ന ബലവാനായതൊന്നും വരാൻ പരിശുദ്ധൻ ദൈവമായ നാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അക്ഷയമായ സൗഭാഗ്യത്തിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവാദിയുമേ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ പരിശുദ്ധന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും അറിയിക്കുമാറാകണമേ. ഓ എന്റെ പാപങ്ങളും ഞാൻ പാപം ചെയ്തപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് നിന്നാൽ അന്യാജുത്ഭവിച്ചു പാപങ്ങൾ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു. നിന്റെ സ്വഭാവങ്ങൾ എന്നെ തെളിക്കണമേ. ഞാൻ വെടിപ്പാപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ചവനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ സന്തോഷം എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്നും തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും അയച്ചുകളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയങ്ങൾ സൃഷ്ടിക്കണമേ. സ്ഥിതിയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധ ആത്മാവിനടിക്കുകയും വരുത്. കരുണാ
ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുന്നതിനുള്ളതായി യുദ്ധങ്ങളുണ്ടാവുകയും ചെയ്യുമാറാകണമേ.
അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരത്തിനുള്ളതിന് മോചനമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച നിന്റെ യോഗ്യതയെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽകുന്നതാൽ നിന്റെ കൂടെ നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർക്കുമായ നീ പൂർണ്ണമാവുകയും ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോചനത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോചനം കൂടി അംഗീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചും നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിക്കുന്ന ഈ മോചനങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോചനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായെന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സമയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോചനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോചനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണനും നിർമ്മലവുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ അവതരിക്കുവാൻ കൃപയോടെ സഹയാക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഭംഗമായി മക്കളെ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ അലങ്കരിക്കുകയും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. ധന്യവാനായ ദൈവം തമ്പുരാനേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നമ്മളെ മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകുന്ന പ്രതിഫലാഭങ്ങളുടെ വിടാതിനെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധയെയും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണം.
പരസ്പരം വാദനിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മാധ്യസ്ഥനായതിനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് നടപടികളാവുന്ന മധുരപരിമളവേശുവാൻ നീ വരെ യോഗ്യനാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരമില്ലാത്ത ഐക്യവുമാറാകണമേ. ആത്മാവിന്റെ ശരീരത്തിൽ സംരക്ഷിക്കുവാനവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധർക്കും സ്തുതി. സന്തോഷം പൂർത്തിയായ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. വലം കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹ സമ്പൂർണവുമായ വലകൈ ആയുഷ്കാലമോട് നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലം കൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധനും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബാക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഈ മക്കളെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹതയിൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതിവാനുകൾക്കും അതിനവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഇവരിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധമായുള്ളവരെ ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണ വർഷിക്കുകയും ചെയ്യണമേ. ബാറക്കുമോർ ും
ബാറയ്ക്കുമോ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ആമേൻ. വിവാഹ ശുശ്രൂഷ 2 ഗൂതോകളായിട്ടാണ് നടത്തപ്പെടുന്നത്. ഒന്നാമത്തെ ശുശ്രൂഷ മോതിരവാഴുവിൻ്റെ ശുശ്രൂഷ ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ശുശ്രൂഷ കിരീടവാഴുവിൻ്റെ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുന്നതാണ്. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. അഴിവില്ലാത്തോളി ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിർവഹിക്കും. സ്തുതി സ്തോത്രം ഏറ്റുമാറാകണമേ. Sri
അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതയും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധനയുടെ വചനവും തന്റെ വികരമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതോ ഒരു തത്വജ്ഞാനിക്കുന്ന തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ കഴിക്കപ്പെടുന്നതെല്ലാം കഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന്റെ സ്തുതി. തനിക്ക് ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും ഞങ്ങളുടെ ആയുസ്സുള്ള ദിവസങ്ങൾ മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, അവന്യമായ കൃപാപ്രഭാവത്താലും നിസ്സീമമായ നീ സന്തോഷിക്കുകയും എളിയൊരു മണ്ണയിലുമായ ശുശ്രൂഷകളെ പ്രീതിപ്പെടുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിരക്കുള്ളവനാകുന്നു. ശിശുക്കന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ദാസനെ ദർശനം കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ സൃഷ്ടാധികാരമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധാനം ദൈവന്റെ തണലിലും അഭിപ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും കൊണ്ടവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ കൊണ്ടും മുഴുവനായി പ്രമാണമാർഗത്തിവരെ കാത്തുവെച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന വഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ അവർക്ക് കൃപ നൽകണമേ. ആത്മീയ നഗരങ്ങളിൽ താല്പര്യവും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് അതുണ്ടാക്കി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരും ദുരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തെ എടുത്തു വരുവാൻ ശ്രമിക്കപ്പെട്ട ദാസനോട് രക്ഷപ്പെടുവാൻ കൊണ്ടും ഹൃദയങ്ങളെ സന്നിവേദിപ്പിച്ചുകൊള്ളണമേ. Yes.
ഇപ്പോൾ രക്ഷിതാവിന് മുമ്പാകെ തലവരിച്ച് നിൽക്കുന്ന ഈ ദാസനെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയുടെ നിറഞ്ഞതായ ഇവരുടെ മേൽ ആസ്വദിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനയോട് ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരിൽ നിന്ന് ഞങ്ങളെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും കരയുകയും ചെയ്യുവാനാകണമേ. ഓശോ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവേൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ സഭയുടെ തലയും ശരീരത്തിൽ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരുടെ സഭത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മിശിഹായുടെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണമെന്ന് ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തുല്യങ്ങളായ മറ്റുള്ളതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ ക്രൈസ്തവയായി സ്വകീയാകുവാനുമായിട്ട് സഭയ്ക്കായി
വിശ്വാസ പ്രാർത്ഥനയെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ അന്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ ആവശ്യകാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ എന്നെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും മാംസബന്ധികളും അസ്ഥിബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുകഴിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവർ ഇരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മസിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനോട് മാതാപിതാക്കന്മാരെ അനുസരിപ്പിക്കും. എന്തെന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് പുതുനയപ്പെട്ട കൽപ്പനയാകുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. मगर सोनोद मगर एस्काय फुरकोन लवल मो നമ്മുടെ രക്ഷിതാവിന്റെ സ്നേഹസ്തുതികളും നാമെല്ലാവരുടെയും കരുണയും Men sulta kalisto Mariam Barakmor Holande Hokan Barakmor യുവജനങ്ങൾ സംസാരിച്ചതിനു ശേഷം യേശുദമ്പുരാൻ ഗലീലായിൽ യാത്രപ്പെട്ടു. യോർദാന്റെ മറുകരയിലെ യഹൂദയുടെ അതിർത്തിയിലെത്തി. ജനസമൂഹത്തിൽ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരെടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായ മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരൊരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ രണ്ടല്ല ഒരു ശരീരമാകുന്നതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ അതിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ ദൈവത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര ജീവിതം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിന്റെ
ഉദരത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചിട്ടുള്ള ഷണ്ണന്മാരുടെ മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ള ഷണ്ണന്മാരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തിട്ടുള്ള ഷണ്ണന്മാരുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ബാറക്കുമോ ശൈനോ ലകുൽകോ. ഇപ്പോൾ ഈ മക്കൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എത്രയും ആദരണീയനായ PC പൗലോസ് അച്ഛൻ നിങ്ങളോട് അല്പസമയം ദൈവവചനം പ്രഘോഷിക്കുന്നതാണ്. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. വന്യ കോർപ്പിസ്കോപ്പ അച്ഛൻ, സ്നേഹം നിറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, പരിശുദ്ധമായിരിക്കുന്ന വിവാഹ കൂദാശയിലൂടെ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജെയിൻസൺ രഞ്ജി, ഇവരുടെ വിവാഹ കൂദാശയിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഇവരുടെ വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കുവാനും തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഈ പരിശുദ്ധമായിരിക്കുന്ന കൂദാശ മുഖാന്തരം ഇന്ന് ലോകത്തിൽ ഒരു പുതിയ കുടുംബം കൂടി രൂപീകൃതമായി തീരുകയാണ്. രണ്ട് വ്യത്യസ്തങ്ങളായിരിക്കുന്ന കുടുംബങ്ങളിൽ ജനിച്ച് വളർന്നു വന്ന ഇവർ ഇന്നൊരു പുതിയ കുടുംബത്തിൻ്റെ വക്താക്കളായിട്ട് മാറ്റപ്പെടുമ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഇവരുടെ നല്ല ഒരു കുടുംബജീവിതം കണ്ട് നമുക്ക് സന്തോഷിക്കുവാനും തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, രണ്ട് വ്യത്യസ്തങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ജനിച്ച് വളർന്നു വന്നവരാണ് ഇവർ. വ്യത്യസ്തങ്ങളായിരിക്കുന്ന സ്വഭാവങ്ങൾക്ക് ഉടമകളാണ് ഇവർ. എന്നാൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന സ്വഭാവങ്ങളെയും വ്യത്യസ്തങ്ങളായിരിക്കുന്ന അനുഭവങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ മുന്നേറുമ്പോഴാണ് ഒരു കുടുംബജീവിതം അത് അനുഗ്രഹത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നത്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ലൈഫാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കളിൽ നിന്ന് പറിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് നാട്ടപ്പെടുകയും അത് മുഖാന്തരമായി ഒരു വ്യത്യസ്തമായിരിക്കുന്ന ജീവിത അനുഭവങ്ങളിലൂടെ മുന്നോട്ട് ജീവിക്കുകയും ചെയ്യുന്നു. പുരുഷനെ സംബന്ധിച്ചും ഇത് തന്നെയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും. ഇവിടെ വിടുക എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് മാതാപിതാക്കളുടെ സ്നേഹത്തിലും ലാളനയും ആയിരുന്ന ഈ മകൻ ഇന്ന് അവനെ സ്നേഹിക്കുവാനും തൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും തൻ്റെ ജീവിതത്തിലെ ഒരു ഷെയറിങ് അനുഭവത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരു പാർട്ട്ണറെ നൽകുന്നതായിരിക്കുന്ന അനുഭവമാണ് വിവാഹ ഉദാശയിലൂടെ ഇന്ന് സാധ്യമായി തീരുന്നത്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഒത്തിരി സമയമൊന്നും എൻ്റെ മുമ്പിലില്ല, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. നമുക്കറിയാം, പലപ്പോഴും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കടന്നു വരുന്ന ആളുകളൊക്കെ അവരുടെ ഒരു മനോഭാവമുണ്ട്. ഇനി അങ്ങോട്ടുള്ളതായിരിക്കുന്ന ജീവിതമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഒന്ന് ഇമാജിൻ ചെയ്യുവാനോ അല്ലെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ മുൻകൂട്ടി കാണുവാനോ അല്ല പലപ്പോഴും പലരും ശ്രമിക്കുന്നത്. അതിനേക്കാൾ വ്യത്യസ്തമായിരിക്കുന്ന ചിന്തകളും മനോഭാവങ്ങളുമാണ് ജീവിതത്തിൽ പലപ്പോഴും കണ്ടെത്തുന്നത്. ഇവിടെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഒരിക്കലും പേടിപ്പിക്കുകയാണെന്ന് പറയേണ്ട, കുടുംബജീവിതം എന്ന് പറയുന്നത് അത്ര സുഖമൊന്നുമല്ല. കാരണം ഇവിടെ കുടുംബജീവിതത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്നവർക്കറിയാം, കുടുംബജീവിതം എന്ന് പറയുന്നത് 100% സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒന്നായിരിക്കില്ല. ഇവിടെയാണ് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിൽ ചില
സ്വഭാവം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കുടുംബജീവിതം അത് ധന്യമായി തീരുന്നത്. അതിനൊന്നാമത്തെ ചെയ്യേണ്ടുന്ന കാര്യം ഇതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചതായിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രണ്ടുപേരുടെയും ജീവിതത്തിൽ. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തുകൊള്ളണം. അതിനൊന്നാമത് എനിക്ക് പറയാനുള്ള കാര്യം, ഒരിക്കലും ഈ ജിൻസന്റെ സ്വഭാവത്തിൻ്റെ അതേ സ്വഭാവമായിരിക്കില്ല രഞ്ജിയുടെ സ്വഭാവം. അത് കുടുംബജീവിതം നയിക്കുന്ന എല്ലാവർക്കും അറിയാം. ഭർത്താവിൻ്റെ അതേ സ്വഭാവം ഭാര്യയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് 100% അത് തെറ്റാണ്. എപ്പോഴും നേരെ എതിരുള്ളതായിരിക്കുന്ന സ്വഭാവമാണ് ഏതൊരു കുടുംബത്തിലും കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. ഭർത്താവ് ക്ഷിപ്രകോപിയാണെങ്കിൽ ഭാര്യ ഒത്തിരി ക്ഷമയുള്ളവളായിരിക്കും. ഭർത്താവ് ഏറെ താഴ്മുള്ളവനാണെങ്കിൽ ഭാര്യ ചിലപ്പോൾ അല്പം ഉയർന്ന മനോഭാവത്തിൽ ജീവിക്കുന്നവളാകും. ഞാൻ ഓർമ്മിപ്പിച്ചത്, എപ്പോഴും സ്വഭാവത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു അനുഭവമാണ് ഏതൊരു കുടുംബജീവിതത്തിലും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിന് കഴിയണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. സാധാരണ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോഴും പറയുമ്പോഴും സാധാരണ ചിന്തിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, സംസാരിക്കുവാനുള്ള സമയം കണ്ടെത്തണം. പക്ഷെ നമുക്കറിയാം, ഈ 2 പേരും 2 വ്യത്യസ്തങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളാണ്. പക്ഷെ ഇന്നത്തെ ഈ ടെക്നോളജി എല്ലാം വളർന്നു വന്നതുകൊണ്ട് ഒരൊറ്റ ഗുണമുണ്ട്, നേരിൽ കണ്ട് സംസാരിക്കാനുള്ള ടെക്നോളജി എല്ലാം ഇന്ന് വളർന്നു വന്നിട്ടുള്ളത് കൊണ്ട് കണ്ട് സംസാരിക്കാൻ അവസരങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ദിവസം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുവാനുള്ളതായിരിക്കുന്ന സമയം കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ അവിടെയാണ് കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത് ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഘടകമാണ് ടോക്ക് ടുഗദർ എന്ന് പറയുന്ന ഒരു അനുഭവം. ഒരുമിച്ച് കൂടുതൽ സംസാരിക്കാനുള്ളതായിരിക്കുന്ന സമയത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. പക്ഷെ കുടുംബജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിലൊക്കെ ഇതെല്ലാവരുടെ ജീവിതത്തിലുണ്ട്. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഇത് വിട്ടുപോകുന്നതാണ് പലപ്പോഴും കുടുംബജീവിതത്തിൻ്റെ പരാജയത്തിന് കാരണമായിട്ട് മാറ്റപ്പെടുന്നത്. പ്രാർത്ഥിക്കുവാൻ സമയം കണ്ട അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. എവിടെയായിരുന്നാൽ നിങ്ങളൊരു സമയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കുക. വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന സമയത്ത് പ്രാർത്ഥിക്കും, നീ ഇന്ന സമയത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ളതായിരിക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയണം. അത് കുടുംബജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ 3-ാമത്തെ കാര്യം ഈ അടുത്ത കാലത്തൊക്കെ നടക്കും, പിന്നെ കുറേ കാലങ്ങൾക്ക് ഗ്യാപ്പ് വരും. കാരണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ വീഡിയോ കോളൊക്കെ വെച്ച് ഞാൻ ഇത് കഴിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇപ്പുറത്തും പറയാം ഞാനിത് കഴിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുകയുള്ളൂ എന്നുമാകട്ടെ. ഞാൻ പറഞ്ഞത് 3 കാര്യങ്ങൾ. 1, ഒരുമിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. 2, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. 3, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തണം. ഇത് സാധാരണ കുടുംബജീവിതത്തിൽ ഈ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് ഇവർക്ക് മാത്രമല്ല, എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും ഉള്ളത്. കുടുംബജീവിതത്തിൽ എവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കണം. ഇനി കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആളുകൾ പണ്ട് കാലത്തെ പോലെയല്ല. ഭർത്താവ് എന്ത് പറഞ്ഞാലും സഹിച്ചും ക്ഷമിച്ചും വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾ പണ്ട് കാലത്തുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയൊന്നുമല്ല. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടേതായിരിക്കുന്ന ജോലിയും അവരുടേതായിരിക്കുന്ന വരുമാനങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ വരുമാനങ്ങളോ ഒന്നുമല്ല കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്ന സാധാരണ പറയും സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ എപ്പോഴും വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. ആരും ആർക്കും അടിമയല്ല എന്ന് പറയുന്ന ഒരു അനുഭവം. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെയല്ല. പുരുഷൻ അവന് കീഴടങ്ങി ജീവിക്കേണ്ടെന്നുള്ളതാണ് സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ മണവാളൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്തും മണവാട്ടി സഭയുടെ സ്ഥാനത്തുമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് കാരണം. അതുകൊണ്ട് എപ്പോഴും ഭർത്താവിന് കീഴടങ്ങി ജീവിക്കുന്ന ഒരു മനോഭാവം ഭാര്യയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതത്തിൻ്റെ ഭദ്രത അത് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുക. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ പരസ്പര സ്നേഹവും പരസ്പരം കരുതലും പരസ്പരം അറിഞ്ഞുമുള്ളതായിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതം വിശുദ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ വേണ്ട ഒരു കാര്യമെന്ന് പറയും, നമുക്കറിയാം സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഈ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഘടകം എന്ന് പറയുന്നത് വീറും വാശിയുമുള്ളതായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യുദ്ധത്തിലുള്ളതായിരിക്കുന്ന പടയാളികൾ വീറോടും വാശിയോടും കൂടി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ വിജയം പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കുടുംബജീവിതത്തിൽ വിജയം ആർക്കായിരിക്കും എന്നറിയാമോ?
കുടുംബജീവിതത്തിൽ വീറും വാശിയും വെടിഞ്ഞ് ഉള്ള ജീവിതം കാഴ്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും ആര് ഒരുങ്ങുന്നുവോ അവരാണ് കുടുംബജീവിതത്തിന് വിജയി എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ഏറ്റവും ക്ഷമാശീലമുള്ളവരായിട്ട് മാറ്റപ്പെടണം. ഏറ്റവും സഹിക്കുവാനുള്ളതായിരിക്കുന്ന മനോഭാവത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് കുടുംബജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ വരുമാനങ്ങളോ നമ്മുടെ ജീവിത ചുറ്റുപാടുകളോ നമ്മുടെ മാതാപിതാക്കളോ ഇതൊന്നും നമ്മുടെ ജീവിതത്തെ, കുടുംബജീവിതത്തെ ഭദ്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഉപകരിക്കില്ല. ഇവിടെ കുടുംബജീവിതം ഇന്ന് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു അവബോധം നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കണം. ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കുള്ളതായിരിക്കുന്ന മാതാപിതാക്കളെ വിട്ടുപിരിയാനോ സഹോദരങ്ങളെ വിട്ടുപിരിയാനോ ബന്ധുമിത്രാദികളെ വിട്ടുപിരിയുവാനോ അല്ല, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു കുടുംബജീവിതമാണ് എപ്പോഴും ആ വളർച്ചയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളുവാനുള്ള ഒരു മനോഭാവത്തെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ കുടുംബജീവിതത്തിൽ പരസ്പര സംസാരത്തിലൂടെയും പരസ്പരമായിരിക്കുന്ന ഷെയറിംഗ് അനുഭവത്തിലൂടെയും കുടുംബജീവിതത്തെ വളർത്തിയെടുക്കുമ്പോൾ കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടെത്തുവാൻ സാധിക്കുന്നൊരു അനുഭവമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നും നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രവണതയാണ് ഡൈവോഴ്സ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം വിദേശ രാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ എനിക്ക് അവിടെ നിന്ന് കണ്ടെത്തുവാൻ സാധിച്ച ഒരു അനുഭവം എന്ന് പറയുന്നത്, അവിടെ വിട്ടുവീഴ്ച മനോഭാവം അവരുടെ ജീവിതത്തിലില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്, ഭർത്താവിനേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്നവരാണ് പലപ്പോഴും അവിടെ സ്ത്രീകൾ എന്ന് പറയുന്നത്. കാരണം സ്ത്രീകളുടെ നല്ലൊരു ഭാഗം അവിടെ നഴ്സിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അവിടെ ഇപ്പോൾ ഇവിടെ ഒരു ബിടെക് കഴിഞ്ഞ് കടന്നു പോകുന്ന ഒരു പുരുഷന് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ കിട്ടുന്ന ഒരു അനുഭവമുണ്ട് വിദേശ രാജ്യങ്ങളിൽ. ചില രാജ്യങ്ങൾ, ഞാനായിരുന്നു അബുദാബിയിലൊക്കെ, അവിടെ ഉണ്ടായിരുന്നത് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഭാര്യ ഭർത്താവിന് മേൽ അപ്രമാദിത്വം കാണിക്കുന്ന ഒരു അനുഭവത്തെ കണ്ടെത്തുവാൻ സാധിച്ചതുകൊണ്ട് പല കുടുംബജീവിതങ്ങളിലും ഇടപെടേണ്ട സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരെ ചിലപ്പോൾ ശാസിക്കുവാനും ഒത്തിരി കർക്കശമായിരിക്കുന്ന തീരുമാനങ്ങളോട് പറയുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചിലതൊക്കെ പലപ്പോഴും അത് വിഭാഗമെന്ന് വേർപെട്ട് കടന്നു പോകുന്ന അനുഭവങ്ങൾ വരെയും വിദേശരാജ്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഞാൻ ഓർമ്മിപ്പിച്ചതിൻ്റെ കാരണം, ഇവിടെ ഒന്നും ഈ ലോകത്ത് നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ വരുമാനങ്ങളോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഒന്നും നമ്മുടെ കുടുംബജീവിതത്തെ വളർത്തിയെടുക്കില്ല. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയും, ഞങ്ങൾക്ക് ഈ വയനാട്ടിൽ രഞ്ജിക്കൊക്കെ അറിയാം, വയനാട്ടിലൊരു അനുഭവമുണ്ട്. ആദിവാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, പണിയരെന്ന് പറയുന്ന വിഭാഗം. ഈ അടുത്ത ദിവസം എൻ്റെ അളിയൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. ഒരു പണിയനും പണിച്ചും കൂടി കള്ള് കുടിച്ച് പണിയൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചു. കണ്ണിലൂടെ ചോര ഒഴുകിക്കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് ഈ പണിയൻ ആശുപത്രിയിൽ അവിടെ കാഷ്വാലിറ്റി വിഭാഗത്തിലെല്ലാം കൊണ്ടുചെന്ന് ആക്കിയപ്പോൾ ഈ പണിയൻ അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളോട് പറയുന്നതാണ്, ആ പാവം പേടിച്ചു പോയി. കാരണം കണ്ണ് പൊട്ടി ചോര ഒലിച്ചുകൊണ്ട് ആശുപത്രിയിൽ കടന്നു വന്ന പണിയൻ ആ വേദന അനുഭവിച്ചുകൊണ്ട് പറയുന്നൊരു പാവം വിഷമിച്ചു പോയി, എവിടെയാണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഭാര്യയെക്കുറിച്ച് പറഞ്ഞതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. അവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല. കൂലിപ്പണി കിട്ടുന്നത് ചിലപ്പോൾ അന്ന് കിട്ടുന്ന പൈസ കൊണ്ടുപോയി മദ്യം മേടിച്ച് കുടിച്ച് ജീവിതത്തെ അവരങ്ങനെ അടിച്ചു പൊടിച്ച് ജീവിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഓർമ്മിപ്പിച്ചത് ഇവിടെയാണ് നമ്മുടെ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ അധികൃതെന്ന് കാണുന്ന പലരെയും കണ്ടുപഠിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധമായിരിക്കുന്ന അനുഭവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കണം. ഞാൻ ഒത്തിരി പറഞ്ഞു കടന്നു പോകും. നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു നല്ല ഒരു അനുഭവമാണ്. ഇതിന് ഓർമ്മിപ്പിക്കുവാനുള്ളത് യോശുവ പറഞ്ഞ കാര്യമാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പം ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ, ദൈവാനുഭവത്തിൽ വളർന്നു വരുവാൻ തക്കവണ്ണം നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ ഒരുക്കിക്കൊള്ളണം. ഇനി കുടുംബജീവിതത്തിൽ എവിടെയെങ്കിലും ചെറിയ ചെറിയ പൊട്ടലുകളോ ചീറ്റുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടുന്നത് ഭർത്താവ് ഭാര്യയെ കുറ്റം പറയാനോ ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുവാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് ആദ്യം ദൈവത്തിന് മുഖത്തേക്ക് നോക്കണം. കാരണം ഇന്ന് ദൈവം നിങ്ങളെ സംയോജിപ്പിച്ച് പറഞ്ഞയക്കുമ്പോൾ നമ്മെ സംയോജിപ്പിച്ച ദൈവത്തെ എവിടെയാണ് ജീവിതത്തിൽ നിർത്തിയിരിക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആ കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള കുടുംബജീവിതമാണ് ഉള്ളതെങ്കിൽ അവന് ജീവിതത്തിന്
മധ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഒരുങ്ങണം. എന്നിട്ട് കർത്താവിനോട് കൂടെ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുത്ത് ഭദ്രമായി നമ്മുടെ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എല്ലാവിധമായിരിക്കും നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. വലിയൊരു ഉപദേശമൊന്നും ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. ഈ കല്യാണത്തിനൊന്നും വലിയ ഉപദേശങ്ങളും പ്രസംഗങ്ങളൊന്നും ആവശ്യമില്ല. കാരണം വിവാഹ ശുശ്രൂഷ തന്നെ അത് ഏകദേശം 40% അതിൻ്റെ ഉപദേശങ്ങളും 60% പ്രാർത്ഥനകളുമാണ്. അതിനകത്ത് ഉപദേശങ്ങൾ കണ്ടെത്തിയാൽ മതി. പ്രത്യേകിച്ച് സ്ലീഹ വായിച്ചപ്പോൾ എഫേസ്യ ലേഖനം 5-6 അധ്യായങ്ങളിൽ നിന്ന് വായിച്ചു കേട്ടതായിരിക്കുന്ന സ്ലീഹ വായനയിൽ തന്നെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കണം, ഭാര്യ എങ്ങനെയുള്ളവരായിരിക്കണം, മക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം, അപ്പൻ എങ്ങനെയുള്ളവനായിരിക്കണം, അമ്മ എങ്ങനെയുള്ളവരായിരിക്കണം, യജമാനൻ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഈ ഭാഗ്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളത് കേൾക്കുന്നു എന്നുള്ളതല്ലാതെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാറില്ല. ദൈവമക്കളെ, നല്ല വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ, പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ ദൈവത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു നല്ല കുടുംബജീവിതത്തിന്, മാതൃകാപരമായ രീതിയിൽ കുടുംബജീവിതത്തിന് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് എല്ലാവിധമായിരിക്കും നന്മകളും പ്രദാനം ചെയ്യട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാ വൈദികരുടെ പേരിലുള്ളതായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന വിവാഹ മംഗള ആശംസകളും ജെൻസനും രഞ്ജിക്കും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കീടങ്ങളും വായിക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മണവാളൻ ശിരസിന്മേൽ കൊഹനോ ചൂടിക്കുന്നു. മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയ ജാര്യൻ അണിക്കും മകുടം രമ്യം കർത്താവ് തന്നെ നീതിയിൽ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിൻ്റെ സർവശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ. കർത്തനാൽ ഘോഷിച്ചിറക്കും കൗതുകമേറും കിരീടം മണവാട്ടിയുടെ ശിരസിൽ കൊഹനോ ചൂടിക്കുന്നു. ോടയോ
ജാരെ അണിക്കും മകുടം രമ്യം Mensch majoso jagnoges kalsoyoye klilod koganosoye berishom നീതിയും കിരീടവും അക്ഷേപങ്ങളുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്വീകരിച്ചുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കാൻ നിങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ. ഓശോ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നതുമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹായ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹാ തൻ്റെ സഭയിൽ എന്നപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലങ്കൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽക്രിസ്തായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുകയും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പരിമഞ്ഞും ഭൂമിയിൽ പാതിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും
ആ പാപിനിയോടെന്നപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായ സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റം. ഹോശോ വബുകുലസ്ബാൻ ലോൽമീൻ. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ബലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ബലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന് അനുഗ്രഹങ്ങളും കരുണയുമെന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതിയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യക മർത്തമറിയം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ആമീൻ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുടെ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവിടെ ഭർത്താവിനോട് സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം.
അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിധിയന്മാരും സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ള റോഹായിലും കാതോലികവും സൈനികവുമായ വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഗർഭിനും വരുവാനിരിക്കുന്ന ലോകത്തെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്നേഹം ഏകജാതനാമത്തിന്റെ കൃപ പൂർണ്ണവും പരിപൂർണമാക്കുന്ന പരിശുദ്ധരുടെ സമ്പത്തും ആവാസം നാം എല്ലാവരോടും പ്രാർത്ഥനയോടും കൂട്ടായ്മകളോടും പ്രത്യേകാൽ ഇന്ന് വിവാഹിതരായ കുഞ്ഞുങ്ങളോടും ഇവിടെ ചാർച്ചക്കാരോടും സന്നിഹിതരായ നാം ഓരോരുത്തരോടും കൂടിയും ഇന്നും നാളുണ്ടായിരിക്കുമാറാകട്ടെ.